ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ നാടകീയമായ രംഗങ്ങൾ. പ്രതിഷേധത്തിനൊടുവിൽ കന്യാസ്ത്രീകളെ UDF MPമാർ കണ്ടു. ഇടത് പ്രതിനിധി സംഘത്തിന് സമയം വൈകിയെന്ന കാരണത്താൽ അനുമതി നിഷേധിക്കുകയും ചെയ്തു. BJP പ്രതിനിധി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ജയിലിലെത്തി കന്യാസ്ത്രീകളെയും സന്ദർശിച്ചു. വെള്ളിയാഴ്ച അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. കന്യാസ്ത്രീകളെ കാണാൻ അനുമതിയോടെ എത്തിയ AICC പ്രതിനിധി സംഘങ്ങൾ ജയിലിന് മുന്നിലെത്തിയതോടെ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഒടുവിൽ 2 മണിക്കൂർ കഴിഞ്ഞാണ് സംഘത്തിന് കന്യാസ്ത്രീകളെ ഒന്ന് കാണാൻ പോലുമായത്. കന്യാസ്ത്രീകളെ കാണാൻ അനുമതി നിഷേധിച്ചതോടെ ജയിൽ കവാടത്തിന് മുമ്പിൽ UDF MPമാരുടെ പ്രതിഷേധം. ഈ ബജറംഗദളിന്റെ ആളുകളാണ് സിസ്റ്റേഴ്സിന്റെ ബാഗ് പരിശോധിക്കുന്നത്, ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത്. ആ കുട്ടികളുടെ കയ്യിൽ 2000 രൂപ കണ്ടപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇവർ തന്നതാണെന്ന് ചോദിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ തന്നാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങളുണ്ട്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ അടക്കം ഇടപെട്ടതോടെ കന്യാസ്ത്രീകളെ കാണാൻ 2 മണിയോടെ അനുമതി നൽകി. സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ ബൈജുവിന്റെ പ്രതികരണം വൈകാരികമായിരുന്നു. പിന്നാലെയാണ് ഇടത് പ്രതിനിധി സംഘം ജയിൽ വളപ്പിലെത്തിയത്. സമയം വൈകിയെന്ന കാരണത്താൽ സന്ദർശനാനുമതി നൽകില്ലെന്ന ജയിൽ സൂപ്രണ്ട്. പിന്നാലെ വാക്കുതർക്കം. എല്ലാ MPമാരുടെ പേരും ഞാൻ പിന്നെ സംസാരിക്കുക. എല്ലാ MPമാരുടെ പേരും കടുത്തുകൊണ്ട് ഇവിടെ കൊടുത്താണ്. ആളുകൾ വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്. ഫോണിൽ മെയിൽ അയച്ചതാണ്. ബൈ മെയിൽ ഓൾസോ വി ഹാവ് സെൻഡ്, ബൈ ഹാൻഡ് ഓൾസോ വി ഹാവ് ഗിവൺ. വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. സമയത്തിന്റെ പരിമിതി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ നാളെ രാവിലെ 9 മണിക്ക് അനുമതി നൽകാമെന്ന് അറിയിച്ചതോടെ ഇടത് സംഘം മടങ്ങി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലെത്തിയ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുമായും ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായും കൂടിക്കാഴ്ച നടത്തി. ജയിലിലെത്തി കന്യാസ്ത്രീകളെയും അനൂപ് ആന്റണി കണ്ടു. കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും നാളെ പെൺകുട്ടികളെ സെഷൻസ് കോടതിയിലെത്തിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24.